കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് PSC പരീക്ഷാ ചോദ്യപേപ്പറിൽ ചോദ്യം. ലാസ്റ്റ് ഗ്രേഡ് പ്രിലിമിനറി പരീക്ഷയുടെ 34ാമത്തെ ചോദ്യമായി കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച ദിവസം ഉൾപ്പെടുത്തി. ഒരു ഓൺലൈൻ കൂട്ടായ്മ മാത്രമായ CJPയെക്കുറിച്ച് ചോദ്യം ഉൾപ്പെടുത്തിയതിൽ PSCക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ചോദ്യപേപ്പറിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘടനയോ അതേ പേരിൽ തന്നെ സാംസ്കാരിക സംഘടനയോ ഔദ്യോഗികമായി രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നിരിക്കെയാണ് PSCയുടെ നടപടി. ജൂലൈ 18-ാം തീയതി നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പ്രിലിമിനറി പരീക്ഷയിലാണ് ചോദ്യപേപ്പറിൽ CJPയെ ഉൾപ്പെടുത്തിയത്. പരീക്ഷാ പേപ്പറിൽ 34ാമത്തെ ചോദ്യമായാണ് CJP പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച ദിവസം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാത്ത ഒരു മൂവ്മെന്റിനെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയത് ബോധപൂർവം എന്നാണ് ആക്ഷേപം. ഡൽഹിയിൽ നടന്ന കോക്രോച്ച് സമരത്തിൽ ദേശവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടടക്കം പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം തന്നെ സമരത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. PSCയുടെ നടപടിക്കെതിരെ ശൈക്ഷിക് മഹാസംഘം രംഗത്തെത്തി. ഇതിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത CJP എന്തോ മഹത്തായ സംഭവമാണ് എന്ന് യുവാക്കളിൽ അത്തരത്തിലൊരു ബോധം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം ഈ പരീക്ഷയിൽ ഉന്നയിച്ചതിലൂടെ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയതിലൂടെ PSC ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇത് നടന്നിട്ട് കേവലം 2 മാസം മാത്രമേ ആകുന്നുള്ളൂ ഈ സംഭവം അല്ലെങ്കിൽ ഈ നവമാധ്യമ കൂട്ടായ്മ രൂപപ്പെട്ടിട്ട്. സ്വാഭാവികമായിട്ടും PSCയുടെ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഒരു 3 മാസത്തെ എങ്കിലും തയ്യാറെടുപ്പിന് ശേഷമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു തട്ടിക്കൂട്ട് പരീക്ഷാ നടത്തിപ്പായിട്ട് ഈ റീസെന്റ് ആയിട്ടുള്ള ചോദ്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതിലൂടെ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ശ്രദ്ധിക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഡൽഹിയിൽ നടന്ന ദേശവിരുദ്ധ പാറ്റാ സമരം പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യപേപ്പറിൽ വരാനുള്ള പ്രാധാന്യം എന്ത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപനം ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് യുവാക്കൾക്ക് പരോക്ഷ സന്ദേശം നൽകുന്നതാണ് PSCയുടെ നടപടിയെന്നും വിമർശനമുണ്ട്. ജനം, തിരുവനന്തപുരം.